അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ചപ്പാത്തി കഴിച്ച് മടുത്തെങ്കിൽ ചപ്പാത്തി പൊടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി എന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. വെറും 5 മിനിറ്റ് മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. അത്രയും സിമ്പിളാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് മൈദയും കൂടി നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 3 ബോൾസുകളാക്കിയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് നമ്മുടെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ പലകയിലേക്ക് കുറച്ച് മൈദ തൂവി കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു തിക്നെസ്സിലാണ് നമ്മളിത് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ 3 ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണ, ബട്ടർ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ഒന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടി തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഇതൊന്ന് മടക്കിയെടുക്കാം. വീണ്ടും ഒരു ചപ്പാത്തി കൂടി ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ തന്നെ 3ാമത്തെ ചപ്പാത്തിയും എടുത്തിട്ടുണ്ട്. അതിലേക്കും കുറച്ച് എണ്ണ തേച്ചെടുക്കുക. എന്നിട്ട് പൊടി ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു ചപ്പാത്തി വെച്ചെടുക്കുക. അപ്പം നമ്മൾ 3 ചപ്പാത്തി വെച്ചിട്ടാണ് ഇതുപോലെ മടക്കി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് നമ്മൾ ഗോതമ്പ് പൊടിയിൽ 3 ചപ്പാത്തിയാണ് നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്നിട്ട് ചെറുതായിട്ട് നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്നും ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇപ്പം നീ റോൾ ചെയ്തതിന് 3 കഷ്ണങ്ങൾ, ഈക്വലായിട്ടുള്ള 3 കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പോൾ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലേക്കായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ തൂവി കൊടുക്കുക. എന്നിട്ട് ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് വെച്ചിട്ട് നമുക്കിതാ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ 3 ചപ്പാത്തിയും ഒന്നിച്ച് വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഒരു ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാനിതാ കുറച്ച് എണ്ണ ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഒരു ചപ്പാത്തി ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ച് ഇട്ടെടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് എണ്ണ മേലെ കൂടി നമ്മൾ ഒരു സമയത്ത് തേച്ച് കൊടുക്കുക. ചപ്പാത്തി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അവിടെയും വേണമെങ്കിൽ കുറച്ച് എണ്ണ ഇതുപോലെ തേച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചപ്പാത്തി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിന് ചപ്പാത്തി എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ പൊറോട്ട രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ്. അപ്പോൾ ഇതൊന്നും പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കി കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. വെറും 5 മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊറോട്ടയേക്കാൾ ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കേണ്ട.